നമുക്കിന്ന് ബോളിക ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇതിനായി കടലപ്പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. 2 മണിക്കൂറിന് ശേഷം കടലപ്പരിപ്പ് കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 2 വിസിൽ വരുന്നവരെ മൂടി വെക്കുക. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് നന്നായി വെന്ത് കിട്ടി. ഇനി ഇതിൻ്റെ വെള്ളം നന്നായി അരിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ആ സമയത്ത് നമ്മുടെ മാവ് തയ്യാറാക്കാം. മാവ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. കളറിന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിലോട്ട് തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് ചപ്പാത്തി മാവ് പോലെ ആയി കിട്ടണം. ഇത് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം വേറൊരു ചെറിയ പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് മൂടി വെക്കാവുന്നതാണ്. ഇതിനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മധുരത്തിന് വേണ്ടി പഞ്ചസാരയിൽ ഏലക്കയിട്ട് പൊടിച്ചെടുക്കണം. ഇതിന് വേണ്ടി 1 കപ്പ് പഞ്ചസാരയും 5 ഏലക്ക ഇട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതേ ജാറിലോട്ട് തന്നെ നേരത്തെ പുഴുങ്ങി വെച്ച കടലപ്പരിപ്പിട്ട് നന്നായി അരച്ചെടുക്കണം. കടലപ്പരിപ്പിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ലാതെ ഇതുപോലെ നന്നായി അരിഞ്ഞു കിട്ടണം. ഇനി ഒരു പാനിലോട്ട് കടലപ്പരിപ്പും പഞ്ചസാരപ്പൊടിയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. വറ്റി വരുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇത് ഇതുപോലെ ഇളക്കി പാനിൽ നിന്ന് വിട്ട് കിട്ടണം. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവി ഇളം ചൂടോടുകൂടി ഉരുളകളാക്കി മാറ്റി വെക്കുക. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവെടുത്ത് ഇതുപോലെ ആക്കി ഓരോരോ ഉരുളകളും ഇതിൻ്റെ അകത്ത് വെച്ച് മൂടി വെക്കുക. എന്നിട്ടിങ്ങനെ വീണ്ടും ഉരുളകളാക്കി മാറ്റുക. അതിനുശേഷം അരിപ്പൊടി വിതറി ഇതുപോലെ കൂടുതൽ അമർത്താതെ കണ്ട് പരത്തിയെടുക്കുക. ഇതുപോലെ ആയി കിട്ടിയതിന് ശേഷം പാനിലോട്ടിട്ട് 2 വശവും നെയ്യ് തടവി ചൂടാക്കിയെടുക്കണം. ചൂടാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങിക്കിട്ടും. അങ്ങനെ നമ്മുടെ ബോളിക റെഡിയായി കിട്ടി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ബോളിക കടയിൽ പോയി വാങ്ങണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. ഒപ്പം ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.